മിഥുന്റെ മരണത്തെ തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പിരിച്ചുവിട്ട തേവലക്കര സ്കൂൾ മാനേജർ ആണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചെയ്തത്. സ്കൂൾ മാനേജ്മെന്റിനെ പിരിച്ചുവിടാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഇക്കാര്യത്തിൽ നോക്കിക്കാണുന്നത്? അല്ല, അത് സംബന്ധിച്ച് ഉത്തരവൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. വാർത്തയിലൂടെ അറിഞ്ഞതാണ്, നിങ്ങൾ പറഞ്ഞുള്ള അറിവാണ്. ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഞങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ഒരു കുട്ടി മരിച്ച സംഭവമാണ്, അതിനെ അത്ര നിസ്സാരമായിട്ട് കാണാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ആ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യാം. എനിക്ക് ചോദിച്ച വിശദീകരണത്തിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതോടെ പരിശോധിച്ചിട്ടാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. എനിക്ക് അതിനകത്ത് മറ്റ് വിഷമങ്ങളൊന്നുമില്ല. ഒരു വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് സർക്കാരിൻ്റെതായ ഒരു കണ്ടെത്തൽ. അതെ, വീഴ്ച എന്ന് പറയുന്നത് സ്വാഭാവികമായ അശ്രദ്ധ പോലും വീഴ്ചയാണല്ലോ. വീഴ്ചയുണ്ടായതല്ലേ. ഇവിടെ DCC പ്രസിഡന്റ് ഇവിടെ HM ആയിട്ടിരിക്കുന്നതാണ് രാജേന്ദ്ര പ്രസാദ് സാർ, എന്റെ ഗുരുനാഥനും കൂടാണ്. അദ്ദേഹം ഇരിക്കുമ്പോൾ ഈ ഹൈടെക് ലൈനുണ്ട് ഇവിടെ. പക്ഷേ ഒരു സംഭവം നടക്കുമ്പോഴാണ് അന്നിരിക്കുന്ന അധികാരി ആരാണോ അവരുടെ പുറത്ത് വരും. അത് സ്വാഭാവികമാണ്. ഞാനിപ്പോൾ വ്യക്തിപരമായിട്ട് ഇവിടെ ഇതിന്റെ മാനേജരായതല്ല. പൊതുരംഗത്ത് നിന്ന ഒരാളെന്നുള്ള നിലയിൽ നിയമപരമായ തെരഞ്ഞെടുപ്പിലൂടെ ചട്ടപ്രകാരം ഇതിന്റെ അധികാരത്തിൽ വന്നതാണ്. എനിക്കറിയാം, ഇവിടെ സ്കൂളാണ്, സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, കുട്ടികളാണ്. വീഴ്ചയുണ്ടായാൽ അതിനനുസരിച്ച് നടപടി ഉണ്ടാകും. വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഒരു മാനദണ്ഡം ഗൈഡ് ലൈൻ അടക്കം ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും പാലിച്ചില്ല എന്നുള്ളതാണ് മാനേജറുടെ ഭാഗത്തുനിന്ന്. അല്ല, മെയ് 13 മാനദണ്ഡമാണ് അദ്ദേഹം പറയുന്നത്, ഗൈഡ് ലൈൻ. ആ ഗൈഡ് ലൈൻ മാനേജർമാർക്ക് ഗവൺമെന്റ് മാർക്ക് ചെയ്തിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗിലും മാനേജർമാരെ വിളിച്ചിട്ടില്ല. എന്നിട്ട് മാനേജർക്കെതിരെയാണ് എല്ലാ നടപടിയും. അതിലൊന്നും എനിക്ക് വിഷമമില്ല. സ്കൂളിനെ സ്വാഭാവികമായും HM-നെ അതാണ് CC ഇതാണ് അത് വരിക. HM ഇവിടെ ഇത് തന്നെ HM-ന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ HM നിരപരാധിയല്ലേ. HM എന്തറിഞ്ഞു? ഈ മുൻ മാനേജ്മെന്റ് ആണ് ഇത് ചെയ്തത്. ഈ സൈക്കിൾ ഷെഡ് പണിഞ്ഞു തന്നെ നേരത്തെയുള്ള മാനേജ്മെന്റിന്റെ കാലത്താണ്. അക്കാര്യത്തിൽ എന്താണ് നിലപാട്? കാരണം ഞാനായിരുന്നെങ്കിൽ ഈ ഹൈടെക് ലൈനിന്റെ താഴെ കൂടെ ഞാനൊരു ടിൻ ഷീറ്റ് ഇട്ട് ഒരു സൈക്കിൾ ഷെഡ് ഞാൻ പണിയില്ലായിരുന്നു, എന്റെ കമ്മിറ്റി പണിയില്ലായിരുന്നു. ഒരു തർക്കമില്ല, കരുതി ഞാൻ വെറുതെ പറയല്ലേ. പക്ഷേ അത് നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാവുന്നവരായിരുന്നു. എന്നിട്ടും അവരുടെ കയ്യിൽ നിന്ന് എത്ര അനാസ്ഥയുണ്ട്. അവരാരും ബോധപൂർവ്വം ചെയ്തതാന്ന് ഞാൻ പറയുന്നില്ല. അവരുടെ കയ്യിൽ നിന്ന് പാവഭാരം ഏൽക്കേണ്ടി വന്നത് താങ്കളടക്കമുള്ള മാനേജ്മെന്റ്. അതെ, ഞാനിപ്പോ മാനേജർ ആയതുകൊണ്ട് എന്നെയാണ് ശിക്ഷിക്കാൻ കഴിയുന്നത്. ആ ശിക്ഷ ഞങ്ങളൊക്കെ ഏറ്റുവാങ്ങാൻ എത്തുന്നവര്. ഇക്കാര്യത്തിൽ സ്വാഭാവികമായ ഒരു മാനേജ്മെന്റ് സ്കൂളാണ്, സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ഈ പൊതുരംഗത്ത്, അത് പ്രത്യേകിച്ച് പ്രതിപക്ഷ സംഘടനകളൊക്കെ ആരോപിക്കുന്നത്. സ്വാഭാവികമായി നടക്കുക എന്നുള്ളത് അപ്രായോഗികമാണല്ലോ. കാരണം ഇത് തിരിച്ച് ഒരു പുതിയ മാനേജ്മെന്റ് കമ്മിറ്റിയിലേക്ക് തന്നെ ഏൽപ്പിക്കാനാണോ? അല്ല, അതൊക്കെ ഇനി വരേണ്ട തീരുമാനങ്ങളാ. അതിനൊന്നും ഞാനിപ്പോ മറുപടി പറയാൻ പറ്റില്ല. നിയമപരമായ ഒരു നീക്കത്തിലേക്ക് മാനേജ്മെന്റ് നടക്കും. അത് ബന്ധപ്പെട്ടവരായിട്ട് കൂടി ആലോചിച്ച് വേണ്ടത് ഉചിതമായി ചെയ്യും. അതിനല്ലേ പറ്റത്തുള്ളൂ. അനിവാര്യതയല്ലേ സ്വാഭാവികമായും അങ്ങനെ സ്കൂൾ കൈവിട്ട് കളയാൻ പറ്റുമോ? അത് സംബന്ധിച്ച് എല്ലാ വശങ്ങളും പരിശോധിക്കും. പൊതുരംഗത്ത് നിൽക്കുന്നവരല്ലേ, അങ്ങനെ ഒരു അഭിപ്രായം ഒന്നും ഒറ്റയ്ക്ക് പറയാൻ പറ്റുന്നതല്ല. ഈ വിഷമം പക്ഷേ ഇക്കാര്യത്തിലുണ്ട്. കാരണം തുടക്കം മുതൽ എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ പറയുന്നുണ്ട്, കാരണം അതിന്റെ വേദന ഇപ്പോഴും മാറുന്നില്ല. ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞല്ലോ, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ ആഘാതം എന്നെ വിട്ടുപോകില്ല. കാരണം ഒരു കുട്ടി, എനിക്കറിയാവുന്ന ഒരു കുട്ടിയും കൂടാണ്, നല്ല മിടുക്കനായ ഒരു കുട്ടി. ആരുടെ ഭാഗത്തോ തെറ്റായിക്കോട്ടെ, ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു. പക്ഷേ സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്യും. സർക്കാർ നടപടിയെ ഞാൻ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുക. അതിലൊന്നും ഒരു വിഷയമില്ല. സർക്കാർ നടപടിയെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ സ്കൂൾ മാനേജർ തന്നെ വ്യക്തമാക്കുന്നത്. കാരണം ഇക്കാര്യത്തിൽ തെറ്റ് അത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോൾ ഇഴകീറി പരിശോധിക്കുന്നില്ല. ആ തെറ്റ് ഇനി ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് ആലോചിക്കുന്നത്. സർക്കാർ നടപടിയെ അതേസമയം തന്നെ സ്കൂൾ മാനേജ്മെന്റ് പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു.